എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് സെമിസ്റ്റർ BSc നഴ്സിംഗ് സ്റ്റുഡൻസിന് യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ഫൈനൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. നിങ്ങൾക്ക് അറിയാം, സെക്കൻഡ് സെമിസ്റ്ററിൽ 2 ദിവസത്തെ എക്സാം ആണ്. ഒന്ന് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് 1 and 2 കമ്പൈൻ ചെയ്തിട്ട് ഫസ്റ്റ് പേപ്പർ, രണ്ടാമത് ബയോകെമിസ്ട്രിയും ന്യൂട്രീഷനും കമ്പൈൻ ചെയ്തിട്ട് രണ്ടാമത്തെ പേപ്പർ അല്ലെ. അപ്പോ ഇതിൽ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിന്റെ ഒരു ഫൈനൽ റിവിഷൻ ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും. പല യൂണിവേഴ്സിറ്റികളിലും ഡേറ്റുകൾ വന്നു, ഇനിയും പല യൂണിവേഴ്സിറ്റികളിൽ ഡേറ്റുകൾ വരാനുണ്ട്. എന്നാലും ഏകദേശം ഒരു എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് എക്സാം എന്ന് പറയുന്നത് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഡിസംബറിൽ, വിത്തിൻ നവംബർ ഡിസംബർ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എക്സാം കഴിയും. അപ്പോൾ നിങ്ങൾ എല്ലാവരും സിലബസ് ബേസ്ഡ് ആയിട്ട് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് 1 ഫസ്റ്റ് സെമ്മിൽ പഠിച്ചതും സെക്കൻഡ് സെമ്മിൽ പഠിക്കുന്ന നഴ്സിംഗ് 2 ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് 2 കംപ്ലീറ്റ്ലി പഠിക്കുന്നുണ്ട്. ടോട്ടലി 30 ചാപ്റ്ററുകളാണ് ഈ 2 പേപ്പറുകളായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, 2 സിലബസിലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാ ടോപ്പിക്സും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ ചാപ്റ്റേഴ്സും വായിച്ചു നോക്കിയിട്ടുണ്ടാകും. അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാകും. ഇനി നമുക്ക് ഫൈനൽ റിവിഷന്റെ ടൈമാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ട് വായിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ ഒരു ഫൈനൽ റിവിഷന്റെ ടൈമിൽ മെയിൻ ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് കമ്പയർ ചെയ്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്ററുകളിൽ നിന്നാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലാത്തത്, ഏതൊക്കെ ചാപ്റ്ററുകളിൽ നിന്ന് 10 മാർക്കിന്റെ എസ്സേകൾ ചോദിച്ചിരിക്കുന്നു, ഏതൊക്കെ ചാപ്റ്ററുകളിൽ നിന്നാണ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ 10 മാർക്ക് എസ്സേ അല്ല, അതിന് പകരം 15 മാർക്സ് ആണ്. 15 മാർക്സ് എന്ന് പറയുമ്പോൾ മിനിമം ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 3 പാർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പൊ അത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വീതം കമ്പൈൻ ചെയ്ത് ചോദിക്കാം. കാരണം സിംഗിൾ ആയിട്ട് ഒരു സിംഗിൾ ടോപ്പിക്ക് മാത്രമായിട്ട് 15 മാർക്കിന് നമുക്ക് ഒരിക്കലും എസ്സേ വരത്തില്ല. പകരം 3 ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ടാവും. ഫസ്റ്റ് ജസ്റ്റ് 2 മാർക്കിനോ 3 മാർക്കിനോ വേണ്ടിയിട്ട് ഒരു പാട്ട്, പിന്നെ ഒരു 5 മാർക്കിനകത്തുള്ള ഒരു പാട്ട്, പിന്നെ വീണ്ടും ഒരു 7-8 മാർക്ക്, അങ്ങനെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും 15 മാർക്കിന്റെ എസ്സേ വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് 12 MCQs ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്ത നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്ന ഫണ്ടമെന്റൽസിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം. കാരണം ആ ക്ലാസ്സിൽ നിങ്ങളുടെ എക്സാക്ട്ലി യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ആ ഒരു പാറ്റേൺ കൃത്യമായിട്ട് എങ്ങനെയാണ് ചോദിക്കുന്നത്, എത്ര പേജസ് എഴുതണം, എന്തൊക്കെ കണ്ടന്റുകൾ ഉൾപ്പെടുത്തണം, ഏത് രീതിയിലാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ അത് കാണണം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കണ്ടന്റ് എക്സ്പ്ലനേഷനോട്ട് പോകുന്നില്ല. പകരം നിങ്ങൾ നന്നായിട്ട് പഠിച്ച കുട്ടികളാണെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യാനും, ഇനിയും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ എന്തൊക്കെ ഓരോ ചാപ്റ്ററിലും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നല്ല മാർക്കോട്, അതായത് ഈവൻ ഡിസ്റ്റിങ്ഷൻ ലെവൽ വേണമെങ്കിൽ പോലും സാധിക്കുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഓരോ ചാപ്റ്ററിലും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, എന്തൊക്കെ നിങ്ങൾ സെലക്റ്റീവായിട്ട് പഠിക്കണം, അതിൽ നിന്ന് 10 മാർക്കിന്റെ വരുമോ, 5 മാർക്കിന്റെ വരുമോ, 2 മാർക്കിന്റെ വരുമോ, അതെങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് ഇന്നത്തത് സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ ഒരു സെക്കൻഡ് സെമിസ്റ്റർ സ്റ്റുഡന്റ് ആണോ, അല്ലെങ്കിൽ സെക്കൻഡ് സെമിസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ, അതായത് ഞാൻ ഉദ്ദേശിച്ച സപ്ലി ആണെങ്കിലും ഏതാണെങ്കിലും ഡെഫിനറ്റ്ലി ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ അഭിപ്രായം, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം, നിങ്ങൾക്ക് എത്രത്തോളം ഇത് യൂസ്ഫുൾ ആയി, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് എത്രത്തോളം കൂട്ടി, അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് എഴുതാനും മറന്നു പോകരുത്. ഒപ്പം നമ്മുടെ ചാനൽ അറിഞ്ഞുകൂടാത്ത നിങ്ങളുടെ കൂട്ടുകാർ, അവർക്കും നമ്മുടെ ചാനലും ഈ വീഡിയോയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകരുത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ കയ്യിലൊരു പേപ്പറോ ഒരു ബുക്കോ, അതായത് പറയുന്ന ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യാനുള്ള ഒരു ബുക്കും ഒരു പേനയും കയ്യിലുണ്ടാവണം. വെറുതെ കേട്ട് കളയരുത്. പറയുന്ന ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യുക. അതത്രയും നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഡെഫിനറ്റ്ലി നിങ്ങൾ നല്ല മാർക്കോടുകൂടി തന്നെ ഈ എക്സാം പാസ്സാക്കി. അപ്പൊ ഇതാണ് നമ്മുടെ സിലബസ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും MGR ആയാലും NTR ആയാലും കേരള യൂണിവേഴ്സിറ്റി ആയാലും ഒക്കെ നിങ്ങൾ പഠിക്കുന്ന ഒരേ സിലബസ് ആണ്. നമ്മുടെ INCയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ സിലബസ് ആണ് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ആ സിലബസ് ആണ് ഞാൻ ഇവിടെ കാണിച്ച് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഓൾറെഡി നമ്മുടെ ട്യൂഷനിൽ ഉണ്ടായിരുന്ന കുട്ടികൾക്ക്
ഈ സിലബസ് പ്രകാരമുള്ള എല്ലാ ടോപ്പിക്സും പഠിക്കേണ്ട എല്ലാ പോർഷൻസും നമ്മൾ ക്ലാസ്സും നോട്ട്സും അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. അതിൽ തന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അവിടെ ഞാൻ ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് മലയാളത്തിൽ. അത് കേൾക്കുക, ഒരു തവണയെങ്കിലും നിങ്ങൾ അതെല്ലാം കേൾക്കുക. അത് കഴിഞ്ഞാൽ പറയുന്ന ഷോർട്ട് നോട്ട്സ് ഒന്ന് വായിച്ച് ഷോർട്ട് നോട്ട്സ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. തീരെ സമയമില്ല എങ്കിൽ അവസാനം ഞാൻ തന്നിട്ടുള്ള ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് തന്നിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അത്രയും നന്നായിട്ട് പഠിക്കാം. ഇവിടെ ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ച FON 1-ന്റെ ഫസ്റ്റ് യൂണിറ്റ് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് ഇൽനെസ്. പൊതുവെ കുട്ടികൾക്കൊരു വിശ്വാസമുണ്ട്, ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾ ഈ ഒരു പ്രീവിയസ് ഇയറിൽ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുക. ഒരുപാട് തവണയാണ് ഈ ഒരു സിമ്പിൾ ടോപ്പിക്കിൽ നിന്ന് പോലും 5 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 1 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഓക്കെ അപ്പോൾ 10 മാർക്ക് 15 മാർക്കിന് ഇതിനകത്തൊന്നും ചോദിക്കത്തില്ല എന്ന്. അങ്ങനെയല്ല, ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നെഗ്ലിജിബിൾ ആയിട്ട് കളയുന്ന അല്ലെങ്കിൽ സാധ്യതയില്ല എന്ന് വിചാരിക്കുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ അങ്ങനെയും ചോദിക്കാം. എന്നാൽ അത്ര ടഫ് ഉള്ള ഒരു ചാപ്റ്റർ ആണോ ഈ ഫസ്റ്റ് ചാപ്റ്റർ? അല്ല, വളരെ സിമ്പിൾ, സെലക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണത്. ഫസ്റ്റ് നിങ്ങൾ ഹെൽത്ത് എന്താണെന്ന് പഠിക്കുന്നു. ഹെൽത്തിന്റെ ഡെഫിനിഷൻ തീർച്ചയായിട്ടും നിങ്ങൾ കാണാതെ പഠിക്കണം. 2 മാർക്കിന് വേണമെങ്കിൽ അത് മാത്രമായിട്ട് ചോദിക്കാം. അതല്ല, ഇതിൽ നിന്ന് 5 മാർക്കിന്റെയോ 10 മാർക്കിന്റെയോ അല്ലെങ്കിൽ 15 മാർക്കിന്റെയോ എസ്സേ വന്നു കഴിഞ്ഞാൽ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽത്തിന്റെ ഡെഫിനിഷൻ അവിടെ എഴുതണം. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്ന ഹെൽത്തിന്റെ ഡെഫിനിഷൻ കാണാതെ അതുപോലെ തന്നെ ബൈ ഹാർട്ടായിട്ട് പഠിക്കുക. അതുപോലെ അതിൽ തന്നെ ചോദിക്കുന്ന 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഡയമെൻഷൻസ് ഓഫ് ഹെൽത്ത് 5 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് 5 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. മാസ്ലോസ് ഹൈറാർക്കി നീഡ്സ് 5 മാർക്കിന് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹെൽത്ത് ഇൽനെസ് കോണ്ടിന്യൂം 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഹെൽത്ത് ഇൽനെസ് കോണ്ടിന്യൂം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹെൽത്ത് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. കോസസ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ഡെവലപ്പിംഗ് ഇൽനെസ് അതും ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹെൽത്തും രണ്ടും ഏകദേശം ഒന്നാണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഇത് അങ്ങനെ അധികം ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹെൽത്ത് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇൽനെസ് എന്താണ്, അതിന്റെ ടൈപ്സ് എന്താണ്, ഇൽനെസ് ബിഹേവിയർ എന്താണ്, 2 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് ഉള്ളിൽ എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ളതാണ്. റീസെന്റ് ആയിട്ട് നടന്ന കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത 2024 നടന്ന എക്സാമിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇമ്പാക്ട് ഓഫ് ഇൽനെസ് ഓൺ ദ പേഷ്യന്റ് ആൻഡ് ഫാമിലി. ഒരു വ്യക്തിയിൽ ഇൽനെസ് ഉണ്ടായാൽ, ഒരു ഡിസീസ് ഉണ്ടായാൽ അത് ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ ഫാമിലിയെയും എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു, എങ്ങനെ അത് എഫക്ട് ചെയ്യുന്നു. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾ നോക്കൂ, ഈ ചാപ്റ്ററിൽ ഏതെങ്കിലും പോയിന്റ് എക്സാമിന് ചോദിക്കാതെ ഉണ്ടോ? ഇല്ല, എല്ലാ പോയിന്റും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിത് വായിക്കാതെ പോയിട്ട് 5 മാർക്ക് കിട്ടാനുള്ള ഒരു വഴിയാണ് നമ്മൾ അവിടെ കളഞ്ഞിട്ട് പോരുക. സോ അത് അങ്ങനെ സംഭവിക്കരുത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്, സിമ്പിൾ യൂണിറ്റ്, ബട്ട് മോസ്റ്റ് ഫ്രീക്വന്റ്ലി ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ചാപ്റ്റർ. ഏറ്റവും പ്രധാനമായിട്ട് ഹെൽത്ത് ഇൽനെസ് കോണ്ടിന്യൂം ചോദിച്ചിട്ടുണ്ട്. ഇമ്പാക്ട് ഓഫ് ഇൽനെസ് ഓൺ പേഷ്യന്റ് ആൻഡ് ഫാമിലി എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹെൽത്ത് ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ ഹെൽത്ത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൽനെസ്, ഡിഫൈൻ ഇൽനെസ് ചോദിച്ചിട്ടുണ്ട്. മാസ്ലോസ് ഹൈറാർക്കി നീഡ്സ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ ഉള്ള ക്വസ്റ്റ്യൻസ് 5 മാർക്കിനും അത് കമ്പൈൻ ചെയ്ത് 15 മാർക്കിനും ചോദിക്കാം. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് 2ാമത്തെ യൂണിറ്റും 1ാമത്തെ യൂണിറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ട് 15 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ അതിൽ വരുമ്പോൾ അതിലൊരു പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ 5 മാർക്കിന്റെ ഏതെങ്കിലും ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ തന്നെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ചോദിക്കുക? ഡിഫറൻസ് ബിറ്റ്വീൻ ഹെൽത്ത് ആൻഡ് ഇൽനെസ്. ഹെൽത്തും ഇൽനെസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അക്യൂട്ട് ഇൽനെസ്സും ക്രോണിക് ഇൽനെസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇൽനെസ് ബിഹേവിയർ അതും 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേജസ് ഓഫ് ഇൽനെസ് ബിഹേവിയർ എന്ന് ചോദിക്കാം. ഡയമെൻഷൻസ് ഓഫ് ഹെൽത്ത് എന്ന് ചോദിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്? ഡിഫൈൻ ഹെൽത്ത്, ഡയമെൻഷൻ ഓഫ് ഹെൽത്ത്, ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്, മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്, ഹെൽത്ത് ഇൽനെസ് കോണ്ടിന്യൂം,
ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹെൽത്ത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇൽനെസ് എന്താണ്, ടൈപ്സ് ഓഫ് ഇൽനെസ്, അക്യൂട്ടും ക്രോണിക്കും ഇൽനെസ് ബിഹേവിയർ, ഇമ്പാക്ട് ഓഫ് ഇൽനെസ് ഓൺ പേഷ്യന്റ് ആൻഡ് ഫാമിലി. ഇതെല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളതാണ്. അത്രയും നിങ്ങൾ പഠിക്കുക തന്നെ വേണം. രണ്ടാമത്തെ ചാപ്റ്റർ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. നമ്മുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണം നൽകുന്നത് ഏതൊക്കെ രീതിയിലാണ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ. അതായത് നമ്മുടെ പ്രൊമോഡിയൽ പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടെർഷ്യറി പ്രിവെൻഷൻ. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് 15 മാർക്ക് ഉണ്ടെങ്കിൽ അതിൽ ഒരു പാർട്ടായിട്ട് ചോദിക്കാം. അതല്ല എങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ എന്നോ ലെവൽസ് ഓഫ് ഇൽനെസ് പ്രിവെൻഷൻ എന്നോ ചോദിക്കാം. അതുപോലെ ഇതിലുള്ള ഓരോ പ്രിവെൻഷനും, പ്രിമോഡിയൽ പ്രിവെൻഷന്റെ ആക്ഷൻസ് എന്തൊക്കെയാണ്, പ്രവൃത്തികൾ എന്തൊക്കെയാണ്, അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തു തന്നിട്ടുണ്ട്. അടുത്ത് പ്രൈമറി പ്രിവെൻഷൻ, അതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് വരുന്നത്, സെക്കൻഡറി പ്രിവെൻഷൻ എന്തൊക്കെയാണ് വരുന്നത്, ടെർഷ്യറി പ്രിവെൻഷൻ എന്തൊക്കെയാണ് വരുന്നത്. ഇതെല്ലാം ടൈപ്സും അത് വെച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസോ 2 മാർക്ക് ക്വസ്റ്റ്യൻസോ ചോദിക്കാം. അതുപോലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രിമോഡിയൽ ആൻഡ് പ്രൈമറി പ്രിവെൻഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി പ്രിവെൻഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി പ്രിവെൻഷൻ, ടെർഷ്യറി പ്രിവെൻഷനിൽ റീഹാബിലിറ്റേഷൻ എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്, സെക്കൻഡറി പ്രിവെൻഷനിൽ എന്തൊക്കെയാണ് ആക്ഷൻസ് വരുന്നത്, ഏർലി ട്രീറ്റ്മെൻറ്റും ഏർലി ഡയഗ്നോസിസും ആക്യുറേറ്റ് ട്രീറ്റ്മെൻറ്റുമാണ്. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഇൽനെസ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽസ് ഓഫ് കെയർ ഉണ്ട്. സാധാരണ അങ്ങനെ കൂടുതൽ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല, സാധ്യതയില്ല എന്ന് തന്നെ ഞാൻ പറയാം. ഇനി അടുത്ത് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് ഹെൽത്ത് കെയർ ഏജൻസീസിൽ ഹോസ്പിറ്റൽസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ ചോദിക്കാം. ചില യൂണിവേഴ്സിറ്റികളിൽ ലിസ്റ്റ് ഔട്ട് ടൈപ്സ് ഓഫ് ഹെൽത്ത് കെയർ ഏജൻസീസ് ചോദിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, ഹോസ്പീസ്, റീഹാബിലിറ്റേഷൻ സെന്റർ, എക്സ്റ്റൻഡഡ് കെയർ ഫെസിലിറ്റീസ് ഇതെല്ലാം ലിസ്റ്റ് ഡൗൺ ചെയ്യാം. അതല്ലാതെ 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളത് ഹോസ്പിറ്റൽസ് എന്താണ്, ഡിഫൈൻ ഹോസ്പിറ്റൽ, അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 5 മാർക്കിന്. അതുപോലെ ഹെൽത്ത് കെയർ ടീം ഇൻ ഹോസ്പിറ്റൽ 5 മാർക്കിന് ചോദിച്ചെന്ന് റെയർ ആയിട്ടുള്ള, ഒരുപാട് തവണ ചോദിച്ചിട്ടില്ല, റെയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ യൂണിറ്റിൽ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ, 1 ലെവൽസ് ഓഫ് ഇൽനെസ് പ്രിവെൻഷൻ, പ്രിമോഡിയൽ പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടെർഷ്യറി പ്രിവെൻഷൻ. 2 ഹോസ്പിറ്റൽ ടൈപ്സ്, ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷൻസ്. 3 റെയർ ആയിട്ടുള്ളത് ഹെൽത്ത് കെയർ ടീം മെമ്പേഴ്സ്, പിന്നെ അവരുടെ റോളും. ഇപ്പൊ നേഴ്സ് എന്ന് പറഞ്ഞാൽ നേഴ്സ് എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. ഫിസിഷ്യൻ ആരാണ്, എന്തായിരുന്നു അവരുടെ ഡ്യൂട്ടി, അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. ഫാർമസിസ്റ്റ്, ന്യൂട്രീഷനിസ്റ്റ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, അഡ്മിനിസ്ട്രേറ്റർ, അങ്ങനെ ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്തം എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ ചോദിക്കാം. അപ്പൊ ഇതാണ് രണ്ടാമത്തെ യൂണിറ്റ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ, സിലബസ് ബേസ്ഡ് ആയിട്ട് ഓൾറെഡി പഠിച്ച് നോട്ടൊക്കെ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൂടെ ആ കണ്ടന്റുകൾ കടന്നു പോകും. ഇനി ഒന്നും പഠിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ പഠിക്കേണ്ട കണ്ടന്റുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ്സും നോട്ട്സും ഓരോ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും MCQസും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് പഠിക്കേണ്ട കണ്ടന്റ് ഇല്ലാത്തവർക്ക്, ഓൾറെഡി ഒരുവിധം പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് പറയുന്ന കണ്ടന്റ് മാത്രം ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. സോ അതൊരു ഫൈനൽ റിവിഷൻ ആയിട്ട് മാറും. ഇനി നമുക്ക് 3ാമത്തെ ചാപ്റ്റർ. അപ്പൊ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ ഇനിയും അവസരമുണ്ട്. ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മുടെ ഈ ഒരു ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, 8891127927. ഇനി കോഴ്സിന് ജോയിൻ ചെയ്യുന്നവർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അന്ന് തന്നെ എല്ലാ ക്ലാസ്സും നോട്ടും മെറ്റീരിയൽസ് എല്ലാം ജോയിൻ ചെയ്യുന്ന അന്ന് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആകും. അന്ന് മുതൽ നിങ്ങളുടെ എക്സാം വരെയും നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഈ കണ്ടന്റ്സ് ഉപയോഗിച്ച് പഠിക്കാവുന്നതുമാണ്. ഓക്കെ, താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി 3ാമത്തെ യൂണിറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്. ഓൾവേസ് യു വിൽ ഗെറ്റ്, students are getting 15 mark essay, 5 mark essay, 2 mark questions. 1 mark questions അത്രത്തോളം ചോദിക്കാറില്ല ഇതിൽ നിന്ന്. 2 മാർക്ക് റെയർ ആണ്, എന്നാൽ പോലും കിട്ടാം. 15ഉം 5ഉം അതായത്
പണ്ട് 10 മാർക്കായിരുന്നു. 10 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്കിന്റെ എസ്ഐയും 5 മാർക്കിന്റെ എസ്ഐ കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് മൂന്നാമത്തെ യൂണിറ്റ്. ദാറ്റ് ഈസ് ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് ആൻഡ് നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ. ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ്, ഹിസ്റ്ററിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറില്ല. ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് ഇൻ ഇന്ത്യ, അതിൽ നിന്നും അധികം ക്വസ്റ്റ്യൻസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ പോലും നിങ്ങൾക്ക് അതിന്റെ ഹിസ്റ്ററി ജസ്റ്റ് ചുരുക്കി, എന്നായിരുന്നു നഴ്സിംഗ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, ആദ്യത്തെ കോളേജ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്നായിരുന്നു BSc ഡിഗ്രി വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ MSc എന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, ഏത് യൂണിവേഴ്സിറ്റിയിലായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തത്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഓൺ വേർഡ് ക്വസ്റ്റ്യൻ, അതിൽ നിന്ന് ഓൺ വേർഡ് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഫ്ലോറൻസ് നൈറ്റിംഗൽ റയർ ആണ്, അതിങ്ങനെ ഒരുപാട് നമ്മുടെ ചോദിച്ചിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷെ ഡയറക്ട്ലി ഫ്ലോറൻസ് നൈറ്റിംഗൽ എന്ന് പറഞ്ഞ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊന്നും കാണാറില്ല. പക്ഷേ ഫ്ലോറൻസ് നൈറ്റിംഗൽ, ലേഡി വിത്ത് ലാമ്പ് എന്നറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗൽ മാമിന്റെ കോൺട്രിബ്യൂഷൻസ്, മാം ആരായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് ഓൺവേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം, റെയർ ആണ് എന്നാലും ചോദിക്കാം. ഇനി അടുത്ത് വരുന്നത് നഴ്സിംഗ്. നഴ്സിംഗിന്റെ ഡെഫിനിഷൻ യു ഷുഡ് നോ. നഴ്സിംഗിന്റെ അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആരാണ് നേഴ്സ്? നഴ്സിംഗിന്റെ ഡെഫിനിഷൻ, നഴ്സിംഗിന്റെ കൺസെപ്റ്റ്, ഫിലോസഫി, ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് നഴ്സിംഗ്, നഴ്സിംഗ് പ്രാക്ടീസിന്റെ നാച്ചർ ആൻഡ് സ്കോപ്പ്, ഫങ്ഷൻസ് ഓഫ് നഴ്സ്, ക്വാളിറ്റീസ് ഓഫ് നഴ്സ്, കാറ്റഗറീസ് ഓഫ് നഴ്സിംഗ് പേഴ്സണൽ. ഇത്രയും പോർഷൻസ് നമ്മൾ ഈ രണ്ടാമത്തെ ഇതിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാം നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, ഫിലോസഫി ഒന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് നഴ്സിംഗ് ഓർ നഴ്സിംഗ് പ്രാക്ടീസ്, അത് എസ്സേയില് ഒരു രണ്ടാമത്തെ പാർട്ടായിട്ടൊക്കെ, അതായത് ഫസ്റ്റ് ഒരു 3 മാർക്കിന്റെയോ അല്ലെങ്കിൽ 2 മാർക്കിന്റെയോ ഒരു പാർട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ പാർട്ടായിട്ട് നഴ്സിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്സും അല്ലെങ്കിൽ നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ ചോദിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് ഫങ്ഷൻസ് ഓഫ് നഴ്സ്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വാളിറ്റീസ് ഓഫ് നഴ്സ് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. കാറ്റഗറീസ് ഓഫ് നഴ്സിംഗ് പേഴ്സണൽ റെയർ ആണ്, വേണമെങ്കിൽ ചോദിക്കാം എന്നുള്ള പറയുന്നുള്ളൂ. ഒരുപാട് തവണ ചോദിച്ചിട്ടില്ല കാറ്റഗറീസ് ഓഫ് നഴ്സിംഗ് പേഴ്സണൽ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത്? നഴ്സിംഗിന്റെ ഒബ്ജക്റ്റീവ്സും ക്യാരക്ടറിസ്റ്റിക്സും, നാച്ചർ ആൻഡ് സ്കോപ്പ്. നേച്ചർ ആൻഡ് സ്കോപ്പ് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കാൻ പറ്റിയാൽ ഒന്ന് ക്വിക്കായിട്ടൊന്ന് നോക്കി വെക്കുക, റെയർ ആണ്. എന്നാൽ അടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് ഫങ്ഷൻസ് ഓഫ് നഴ്സ്, ക്വാളിറ്റീസ് ഓഫ് നഴ്സ്, അതുപോലെ റോൾ ഓഫ് നഴ്സ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നഴ്സ്, ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കാം. അതുപോലെ കാറ്റഗറീസ് ഓഫ് നഴ്സിംഗ് പേഴ്സണൽ നോക്കി വെക്കാം. ഇനി അടുത്തത് എസ്സേയിൽ ചോദിക്കുന്ന നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ. നഴ്സിംഗ് എങ്ങനെയാണ് ഒരു പ്രൊഫഷനായി മാറിയത്? എല്ലാ ജോലികളെയും പ്രൊഫഷൻ എന്ന് പറയാറില്ല, എന്നാൽ നഴ്സിംഗിനെ ഒരു പ്രൊഫഷനായി കൺസിഡർ ചെയ്യുന്നു. എന്തുകൊണ്ട്? വാട്ട് ആർ ദ ക്രൈറ്റീരിയാസ് ഓഫ് എ പ്രൊഫഷൻ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷൻ, അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിക്കാം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് പ്രൊഫഷൻ? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷൻ? എക്സ്പ്ലെയിൻ നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ. എന്താണ് പ്രൊഫഷൻ? ഒരു പ്രൊഫഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? എങ്ങനെയാണ് നഴ്സിംഗ് ഒരു പ്രൊഫഷനായി മാറിയത്? ചേർത്തിട്ട് 15 മാർക്കിന്റെ എസ്സേ ആയിട്ട് ചോദിക്കാം. അതുപോലെ ക്വാളിറ്റീസ് ഓഫ് നഴ്സ് ലിസ്റ്റ് 6 ക്വാളിറ്റീസ് ഓഫ് നഴ്സ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഡിഫൈൻ നഴ്സിംഗ്, ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷൻ ആൻഡ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് നഴ്സ്, കമ്പൈൻഡ് ആയിട്ട് 15 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 5 മാർക്കിന് പണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലാണ് 5 മാർക്കിന് ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ മോഡേൺ നഴ്സിംഗിലെ ഫ്ലോറൻസ് നൈറ്റിംഗലിലെ കോൺട്രിബ്യൂഷൻസ് 5 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഹോസ്പിറ്റൽ, കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലും ഈ ചാപ്റ്ററിലുള്ളതും കൂടെ കമ്പൈൻ ചെയ്ത്, ഇതിലുള്ള നഴ്സിംഗ് പ്രൊഫഷനും ഹോസ്പിറ്റലും കൂടെ കമ്പൈൻ ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തുള്ളതിന് വാല്യൂസ്, 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാല്യൂസ്. റെയർ ആണ്, അതിൽ നിന്ന് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. 2 അല്ലെങ്കിൽ 5 മാർക്ക് അത് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഉള്ളത് കോഡ് ഓഫ് എത്തിക്സ്. കോഡ് ഓഫ് എത്തിക്സ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ഇൻ നഴ്സിംഗ്, ICN കോഡ് ഓഫ് എത്തിക്സ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. എക്സ്പ്ലെയിൻ ദ ICN കോഡ് ഓഫ് എത്തിക്സ് ഇൻ നഴ്സിംഗ് 5 മാർക്ക്. ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ഇൻ നഴ്സിംഗ്, എക്സ്പ്ലെയിൻ അബൌട്ട് ICN കോഡ് ഓഫ് എത്തിക്സ് ഇൻ നഴ്സിംഗ്. ദാറ്റ് മീൻസ് ഈ ഫൈനൽ പോയിന്റ് ആണ് പറയുന്നത്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ 10 മാർക്കിൽ അല്ലെങ്കിൽ 15 മാർക്കിൽ ഒരു പാർട്ടായിട്ട് ചോദിക്കാം. നെക്സ്റ്റ് നഴ്സിംഗ്, ഡിഫൈൻ നഴ്സിംഗ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നഴ്സിംഗ് ആൻഡ് എന്താ പറയുക,
വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് നഴ്സ്, ഈ ഒരു പോർഷനിൽ നിന്ന് അങ്ങനെ ഒരു എസ്സേ വന്നിട്ടുണ്ട്. പ്രൊഫഷനിൽ നിന്ന് പ്രൊഫഷൻ എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷൻ എന്താണ്, അതുപോലെ നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുക, അതും 15 മാർക്കിന് എസ്സേ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ക്വാളിറ്റീസും ഫങ്ഷൻസും ഒരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ക്വാളിറ്റീസ് ഓഫ് നഴ്സ് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ കോൺട്രിബ്യൂഷൻസ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ക്ലാസിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂസ്, വാല്യൂസിന്റെ ടൈപ്സും അതിന്റെ ഇമ്പോർട്ടൻസും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു 3ാമത്തെ ചാപ്റ്റർ. ഒരു ഐഡിയ കിട്ടിയില്ലേ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാമെന്ന്? തീർച്ചയായും. ഇനി 4ാമത്തെ യൂണിറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് എസ്സേസ് ഫ്രം ദിസ് യൂണിറ്റ്. 15 മാർക്കിന്റെ എസ്സേ. റീസെന്റ് ആയിട്ട് KUHS കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന എക്സാമിൽ പോലും ഇതിൽ നിന്ന് എസ്സേ ആയിരുന്നു ചോദിച്ചിരുന്നു. 15 മാർക്കിന്റെ എസ്സേ കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ തന്നെയായിരുന്നു. അത് KUHS മാത്രമല്ല എല്ലാ യൂണിവേഴ്സിറ്റികളിലും കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണ് കമ്മ്യൂണിക്കേഷൻ, എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എന്തൊക്കെയാണ് ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എന്തൊക്കെയാണ് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പ്രോസസ്സ് പറയുമ്പോൾ അതിനകത്തുള്ള എലമെന്റ്സ്, മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മെത്തേഡ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് എന്തൊക്കെയാണ്. ഇത് മാത്രം 5 മാർക്കിന്, ടെക്നിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മാത്രം 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ടൈപ്സ് വെച്ചിട്ട് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എസ്സേയിൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ടൈപ്സ് അല്ലെങ്കിൽ എലമെന്റ്സ് അല്ലെങ്കിൽ പ്രോസസ്സ്, പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് 15 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിന് ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നോൺ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ്. നോൺ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് റെയറാണ്. ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് എഫക്റ്റീവ് ആക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അത് നേരിടുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നേഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്, അതിൻ്റെ പർപ്പസസ്, ഫേസസ് അത് ചോദിച്ചിട്ടുണ്ട്. നേഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത്രയുമാണ് കൂടുതലായിട്ട് ഇവിടെ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഒന്നുകൂടി ഒന്ന് പറയാം. കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കമ്മ്യൂണിക്കേഷൻ, മെത്തേഡ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ്, ലിസണിങ്, സൈലൻസ്, ക്ലാരിഫയിങ്, ക്വസ്റ്റ്യനിങ്, അല്ലെ, ഇതെല്ലാം പലതരത്തിലുള്ള ടെക്നിക്സുകളാണ്. പിന്നെ ബാരിയേഴ്സ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നേരിടുന്ന ബാരിയേഴ്സ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ നേഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പിന്റെ ഫേസസ്, നേഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ പർപ്പസസ് എന്തൊക്കെയാണ്, അതിന്റെ ഫേസസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതായത് ഇൻട്രൊഡക്ഷൻ ഫേസ് ഉണ്ടാവും, ടെർമിനേഷൻ ഫേസ് ഉണ്ടാവും, അതിൻ്റെ ഒരു മിഡിൽ സ്റ്റേജ് ആയിട്ട് അവിടെ എന്താണ്ടാവും, വർക്കിംഗ് ഫേസും ഉണ്ടാകും. അപ്പോൾ ആ 3 ഫേസസ് നമ്മളിവിടെ വിശദീകരിച്ച് എഴുതണം. പിന്നെ അടുത്ത് ഒരു വൾണറബിൾ ഗ്രൂപ്പ്, ചിൽഡ്രനുമായിട്ട് അല്ലെങ്കിൽ വുമൺ, ഫിസിക്കലി മെന്റലി ചലഞ്ച്ഡ് അല്ലെങ്കിൽ എൽഡർലി ആയിട്ട് ഇവരെല്ലാവരും വൾണറബിൾ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഈ വൾണറബിൾ ഗ്രൂപ്പുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ റെയർ ആണ്. എന്നാൽ പോലും ഒന്നറിയാം, കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം. അപ്പോൾ അവിടെയും നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് എഴുതും, അതിൻ്റെ പർപ്പസസ് എഴുതും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവിടെ കുട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എഴുതും. അപ്പോൾ ഇത്രയും ഈ ഒരു 4ാമത്തെ യൂണിറ്റ്. ഇനി 5ാമത്തെ യൂണിറ്റ്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അനദർ important unit for essay, and that means 15 mark essay, 5 mark essay. കൂടുതലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിന്റെ എസ്സേയും 2 മാർക്കോ അല്ലെങ്കിൽ 1 മാർക്കോ ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കുക. അതല്ല എങ്കിൽ 15 മാർക്സിന് പല ചാപ്റ്റേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ മറ്റു ചാപ്റ്ററിൽ നിന്ന് 1-2 ക്വസ്റ്റ്യനും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു എസ്സേ ആയിട്ട് ചോദിക്കാം. അതായത് 5ാമത്തെ യൂണിറ്റ് പറയുന്നത് നമ്മുടെ ഡോക്യുമെന്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്. നമ്മൾ എന്ത് കാര്യം ഹോസ്പിറ്റലിൽ ചെയ്താലും നമ്മളത് റെക്കോർഡ് ചെയ്യണം, ഡോക്യുമെന്റേഷൻ ചെയ്യണം. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പർപ്പസസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, അതിൽ തന്നെ റെക്കോർഡിംഗ് ഉണ്ട്, റിപ്പോർട്ടിംഗ് ഉണ്ട്. ഗൈഡ് ലൈൻസ് ഓഫ് റെക്കോർഡിംഗ് ഉണ്ട്, ഗൈഡ് ലൈൻസ് ഓഫ് റിപ്പോർട്ടിംഗ് ഉണ്ട്, പർപ്പസസ് ഓഫ് ഡോക്യുമെന്റേഷൻ ഉണ്ട്, മെത്തേഡ്സ് ഓഫ് റെക്കോർഡിംഗ് ഉണ്ട്, ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ റെക്കോർഡുകൾ, കോമൺ റെക്കോർഡ് കീപ്പിംഗ് ഫോം, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിച്ച് നോട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ തന്നെ ധാരാളമാണ്. അല്ലെങ്കിൽ ആ ക്ലാസ് ഒന്ന് നിങ്ങൾ കേട്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. ഇനി ഡോക്യുമെന്റേഷൻ സമയത്ത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ,
ലീഗൽ ഗൈഡ് ലൈൻസ് ഓഫ് ഡോക്യുമെന്റേഷൻ, റെക്കോർഡിങ്ങിന്റെ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷന്റെ സമയത്ത് എന്തൊക്കെ നമ്മൾ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്താണ് റിപ്പോർട്ടിംഗ്. 5 മാർക്കിന് കഴിഞ്ഞ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ചതായിരുന്നു. എന്താണ് റിപ്പോർട്ടിംഗ്, ഏതൊക്കെ ടൈപ്സ് ആണ്? ഷിഫ്റ്റ്, ചേഞ്ച് ഓഫ് ഷിഫ്റ്റ് റിപ്പോർട്ട് ഉണ്ട്, ട്രാൻസ്ഫർ റിപ്പോർട്ട് ഉണ്ട്, ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ഉണ്ട്. ഇതെല്ലാം ടൈപ്സും എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഞാനൊന്ന് അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് പറയാം. ഗൈഡ് ലൈൻസ് ഓഫ് ഡോക്യുമെന്റേഷൻ, guidelines of recording, purposes of recording, purposes of documentation, methods of recording, computerized documentation. റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. മെത്തേഡ്സ് ഓഫ് ഡോക്യുമെന്റേഷനിൽ ഒന്ന് വരുന്നതാണ് കമ്പ്യൂട്ടറൈസ്ഡ് ഡോക്യുമെന്റേഷൻ. പർപ്പസസ് ഓഫ് റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ടുഗദർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന ഒരു ടൈപ്പാണ് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. റെക്കോർഡിങ്ങിലെ ഒരു ടൈപ്പ് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അതെന്താണെന്ന് 5 മാർക്കിന് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസിഡന്റ് റിപ്പോർട്ട് ആൻഡ് ട്രാൻസ്ഫർ റിപ്പോർട്ട്. 2 റിപ്പോർട്ടുകളുണ്ട്, അവ തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ റെക്കോർഡ് ആൻഡ് റിപ്പോർട്ട്, പ്രത്യേകിച്ച് ഡിഫറൻസ് ബിറ്റ്വീൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും തരേണ്ട ആവശ്യമില്ല. ഞാൻ ഓരോ ചാപ്റ്റേഴ്സിലും തന്നെ 10 മാർക്കിന് ഏതൊക്കെ, 5 മാർക്കിന് ഏതൊക്കെ, 2 മാർക്കിന് ഏതൊക്കെ, 1 മാർക്കിന് ഏതൊക്കെ, ഇത് കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. 2 മാർക്ക് ചോദിക്കാവുന്ന അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാവുന്നത് ഈ ചാപ്റ്ററിൽ ഏതൊക്കെയാണ്? ഇൻസിഡന്റ് റിപ്പോർട്ട്, difference between incident report and transfer report, difference between record and report, difference between change of shift report and incident report. അതുപോലെ essay, define documentation, list the purposes of recording and reporting, explain the general guidelines for documentation, describe the types of documentation system. ഇതെല്ലാം കൂടെ ചേർത്ത് 15 മാർക്കിന് എസ്സേയും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കേണ്ടത്. അല്ലാതെ ചാപ്റ്ററുകൾ കണ്ട് പേടിക്കുകയല്ല, എന്താണ് ഞാനിതിൽ പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക, അത് പഠിക്കുക, പഠിച്ച് അത് എക്സാമിന് എഴുതുക. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഒരു നല്ല റിപ്പോർട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് റിപ്പോർട്ട്, ഇമ്പോർട്ടൻസ് ഓഫ് റെക്കോർഡ്സ്, 6 മെത്തേഡ്സ് ഓഫ് ഡോക്യുമെന്റേഷൻ ഇൻ നഴ്സിംഗ്, principles of writing records and reports, uses of intake and output chart. ഇതെല്ലാം റെക്കോർഡിങ്ങിൽ വരുന്നതാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതാൻ ചോദിക്കാം. അപ്പം അതൊന്ന് നോട്ട് ചെയ്യാം. അപ്പം ഇത്രയാണ് ആദ്യത്തെ 5 ചാപ്റ്റർ. അടുത്ത 6ാമത്തെ ചാപ്റ്റർ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്. മെനി ടൈംസ് ദേ ആസ്ക്ഡ് എസ്സേ ഫ്രം ദിസ് ചാപ്റ്റർ. അതായത് നമ്മുടെ ഫണ്ടമെന്റൽസിൻ്റെ അല്ലെങ്കിൽ നഴ്സിംഗിൻ്റെ തന്നെ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള യൂണിറ്റ്, ദാറ്റ് ഈസ് വൈറ്റൽ സയൻസ്. നമ്മുടെ വൈറ്റൽ സയൻസ്, ബോഡി ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, BP. ബോഡി ടെമ്പറേച്ചർ 10 മാർക്കിനോ അല്ലെങ്കിൽ 15 മാർക്കിൻ്റെ എസ്സേ ആണ്. പൾസ് 15 മാർക്കിൻ്റെ എസ്സേ ആണ്. റെസ്പിറേഷൻ 15 മാർക്കിൻ്റെ എസ്സേ ആണ്. ബ്ലഡ് പ്രഷർ 5 മാർക്കിൻ്റെ എസ്സേ ആണ്. ബോഡി ടെമ്പറേച്ചർ നിന്ന് 15 മാർക്ക്, 5 മാർക്ക്, 2 മാർക്ക്, 1 മാർക്ക്. പൾസ് 5 മാർക്ക്, 2 മാർക്ക്, 15 മാർക്ക്, 1 മാർക്ക്. റെസ്പിറേഷൻ 15 മാർക്ക്, 5 മാർക്ക്, 2 മാർക്ക്, 1 മാർക്ക്. BP 5 മാർക്ക്, 2 മാർക്ക്, 1 മാർക്ക്. ഒരുപാട് ടെർമിനോളജീസ് വരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പൊ ഇതിൽ പല പ്രാവശ്യം എസ്സേ നമ്മുടെ വൈറ്റൽ സയൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഡിഫൈൻ റെസ്പിറേഷൻ, ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട്, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസ്പിറേഷൻ. Describe the nursing interventions in maintain pattern airway. ഇത്രയും ചേർത്ത് 15 മാർക്കിന്റെ എസ്സേ. റെസ്പിറേഷൻ എന്താണ്, അതിന് റെസ്പിറേഷൻ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ആ ഒരു പാറ്റന്റ് എയർവേ അല്ലാത്ത അല്ലെങ്കിൽ റെസ്പിറേഷൻ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ കെയർ കൊടുക്കുമ്പോൾ എന്തൊക്കെ നഴ്സിംഗ് ഇന്റർവെൻഷൻ നമ്മളവിടെ നടപ്പിലാക്കണം. 15 മാർക്കിന്റെ എസ്സേ ആണ്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഫീവർ, ഡിസ്ക്രൈബ് ഫേസസ് ഇൻ ഫീവർ, explain the nurse's role in care of patients with fever. ഫസ്റ്റ് നമ്മൾ ടെമ്പറേച്ചർ പഠിക്കുമ്പോൾ ടെമ്പറേച്ചർ എന്താണ്, അതിന്റെ ഫിസിയോളജി, ടെമ്പറേച്ചർ റെഗുലേഷൻ എങ്ങനെയാണ്, അവയെ ടെമ്പറേച്ചർ റെഗുലേഷൻ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ടെമ്പറേച്ചർ എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഏതൊക്കെ ശരീരഭാഗങ്ങൾ ചെക്ക് ചെയ്യുന്നു, എന്തൊക്കെ എക്യുപ്മെന്റ്സ് നമുക്ക് വേണം, എന്തൊക്കെ ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കുന്നു. ഇനി അതിന്റെ ഓൾട്ടറേഷൻസ് എന്തൊക്കെയാണ്, ഹൈപ്പർതെർമിയ, ഹീറ്റ് ക്രാംസ്, ഹീറ്റ് എക്സോഷൻ, ഹീറ്റ് സ്ട്രോക്ക്, ഹൈപ്പോതെർമിയ, ഫീവർ അല്ലെങ്കിൽ പൈറക്സിയ, അതിന്റെ കോസസ്, സ്റ്റേജസ്, ടൈപ്സ്, പിന്നെ അതിന്റെ നഴ്സിംഗ് മാനേജ്മെന്റ്, അതിൽ ഹോട്ട് ആൻഡ് കോൾഡ് ആപ്ലിക്കേഷൻ ഉൾപ്പെടെ. ഇത്രയും ഇതിൽ നിന്ന് ഏതിൽ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. 2 മാർക്കിനോ 5 മാർക്കിനോ 10 മാർക്കിനോ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മെനി ടൈംസ് ദേ ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ്. രണ്ടാമത് പൾസ്. സെയിം ടെമ്പറേച്ചർ പോലെ തന്നെ പൾസിലും
അതിൻ്റെ പൾസിൻ്റെ ഡെഫിനിഷൻ, ഫിസിയോളജി, അതിൻ്റെ റെഗുലേഷൻ, കാരക്ടറിസ്റ്റിക്സ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പൾസ്, അത് എവിടെയൊക്കെയാണ് ശരീരത്തിൽ പൾസ് ചെക്ക് ചെയ്യുന്നത്, നമ്മുടെ ടെമ്പറൽ പൾസിൽ തുടങ്ങി കാലിൻ്റെ അറ്റം വരെയുള്ള ഡോർസാലിസ് പീഡിസ് വരെയുള്ള പൾസുകൾ ഏതൊക്കെ സൈറ്റുകൾ ചെക്ക് ചെയ്യുന്നു, എങ്ങനെ ചെക്ക് ചെയ്യുന്നു, അതിൻ്റെ അബ്നോർമൽ പൾസുകൾ എന്തൊക്കെയാണ്, വാട്ടർ ഹാമർ പൾസ്, പൾസസ് ഓൾട്ടർനാൻസ്, കൊളാപ്സിംഗ് പൾസ്, ബൗണ്ടിങ് പൾസ്, വീക്ക് പൾസ്, ഇതുപോലെയുള്ള ഓരോ ടൈപ്പ് പൾസസ് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് റെസ്പിറേഷൻ, അതിൽ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ തവണയും ടെമ്പറേച്ചറിൽ നിന്നും റെസ്പിറേഷനിൽ നിന്നുമാണ് 15 മാർക്കിന്റെ എസ്സേ ചോദിക്കുക. അതും ഡെഫിനിഷൻ, ഫിസിയോളജി, റെഗുലേഷൻ, മെക്കാനിക്സ് ഓഫ് ബ്രീത്തിങ്ങിന്റെ കാരക്ടറിസ്റ്റിക്സ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസ്പിറേഷൻ, അസസ്മെന്റ്, റെസ്പിറേഷൻ അസസ്മെന്റ് ടെക്നിക്ക്, എന്താണ് ABGയുടെ ആവശ്യം, ആർട്ടീരിയൽ ഓക്സിജൻ സാച്ചുറേഷൻ അല്ലെങ്കിൽ റെസ്പിറേഷനിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്. നെക്സ്റ്റ് അതുപോലെ ബ്ലഡ് പ്രഷർ തന്നെ ബ്ലഡ് പ്രഷറിന്റെ സിസ്റ്റോളിക് BP ഡയസ്റ്റോളിക് BP എന്നുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിച്ചിട്ടുണ്ട്. പൾസ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ പൾസ് പ്രഷർ അവ തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിച്ചിട്ടുണ്ട്. BP എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതിലുണ്ടാകുന്ന ഇറേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അബ്നോർമാലിറ്റീസ് എവിടേക്കാണെന്ന് ചോദിച്ചിട്ടും ഉണ്ട്. അപ്പം ഞാൻ കോമൺ ആയിട്ട് ചോദിച്ചോ മറ്റു ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് വായിക്കാം, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് നമ്മൾ റെസ്പിറേഷൻ്റെ എസ്സേ പറഞ്ഞു. പിന്നെ ഹൈപ്പർ തെർമിയയും ഹൈപ്പോ തെർമിയയും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിച്ചിട്ടുണ്ട്. ഹീറ്റ് എക്സോഷനും ഹീറ്റ് സ്ട്രോക്കും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ പറഞ്ഞിട്ടുണ്ട്. നഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് പേഷ്യൻസ് വിത്ത് പൈറക്സിയ, നഴ്സിംഗ് കെയർ ഓഫ് പേഷ്യൻസ് വിത്ത് ഡിസ്നിയ, ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്നിയ ആൻഡ് ഏപ്നിയ, ഡിഫറൻസ് ബിറ്റ്വീൻ പൾസ് പ്രഷർ ആൻഡ് പൾസ് ഡെഫിസിറ്റ്, 6 sites of peripheral pulses, 6 factors affecting blood pressure, 4 factors affecting blood pressure, 4 sites of intramuscular injection സൈറ്റ് ഇവിടെ വരുന്നതല്ല, മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതാണ്, ജസ്റ്റ് അതൊരു മാനേജ്മെന്റിൽ വരുന്നതുകൊണ്ട് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. കാരക്ടറിസ്റ്റിക്സ് ഓഫ് പൾസ്, കാരക്ടറിസ്റ്റിക്സ് ഓഫ് റെസ്പിറേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്കിക്കാർഡിയ ആൻഡ് ബ്രാഡിക്കാർഡിയ, ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർമിറ്റന്റ് ഫീവർ ആൻഡ് റെമിറ്റന്റ് ഫീവർ. നെക്സ്റ്റ് സിസ്റ്റോളിക് BP ഡയസ്റ്റോളിക് BP തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ, 6 ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസ്പിറേഷൻ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പൾസ്. അങ്ങനെ പൾസ് തന്നെ അത് റിപ്പീറ്റഡ് ആയിട്ട് പലതവണ നഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് ഫീവർ, റെസ്പിറേഷൻ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ്, തെറാപ്യൂട്ടിക് യൂസസ് ഓഫ് ഹോട്ട് ആൻഡ് കോൾഡ് ആപ്ലിക്കേഷൻ, തെറാപ്യൂട്ടിക് എഫക്റ്റ് ഓഫ് കോൾഡ്, 4 അബ്നോർമൽ പൾസസ്, അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഹോട്ട് ആപ്ലിക്കേഷൻ, ഓൾട്രേഷൻ ഇൻ റെസ്പിറേറ്ററി ഫങ്ഷൻസ്, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അത്രയും പ്രാധാന്യം കൊടുത്ത് തന്നെ ഈ ഒരു ചാപ്റ്റർ പഠിക്കുക. 10 മാർക്കിന് 15 മാർക്കിന്റെ 5 മാർക്കിന്റെ 2 മാർക്കിന്റെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് 7ാമത്തെ ചാപ്റ്റർ, ദാറ്റ് ഈസ് എക്യുപ്മെന്റ് ആൻഡ് ലിനൻ. ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന കുറേ എക്യുപ്മെന്റ്സ്, ലിനൻ എന്തൊക്കെയാണ്, റബ്ബർ ഗുഡ്സ് എന്തൊക്കെയാണ്, ഗ്ലാസ് വെയർ എന്തൊക്കെയാണ്, മെറ്റൽ എന്തൊക്കെയാണ്, പ്ലാസ്റ്റിക്സ്, ഫർണിച്ചേഴ്സ്, അവ എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അവ എങ്ങനെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യുമോ, ഹോട്ട് എയർ ഓവൻ ചെയ്യുമോ, അതോ പാസ്ചറൈസേഷൻ ചെയ്യുമോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ കെമിക്കൽ ഡിസ്ഫങ്ഷൻ ചെയ്യുമോ എന്നുള്ള കാര്യം. അപ്പോൾ ഇതിൽ നിന്ന് എക്സാമിന് ഇതുവരെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, വന്നാൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാം. അതിൽ കൂടുതൽ ഈ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് ഒന്ന് നോക്കാൻ പറ്റിയാൽ നോക്കുക, ഇല്ല എങ്കിൽ വേണ്ട. നെക്സ്റ്റ് 8ാമത്തെ യൂണിറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, 5 മാർക്കിന്റെ എസ്സേ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, ഇത്രയും ചോദിക്കാവുന്ന. 1 മാർക്ക് റെയർ ആണ്, എന്നാൽ പോലും 2 മാർക്കിനും 5 മാർക്കിനും ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകും. എന്താണ് ഇൻഫെക്ഷൻ? ഇൻട്രൊഡക്ഷൻ ടു ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻ ക്ലിനിക്കൽ സെറ്റിംഗ്. ഇൻഫെക്ഷൻ എന്താണ്? ചെയിൻ ഓഫ് ഇൻഫെക്ഷൻ, ടൈപ്സ് ഓഫ് ഇൻഫെക്ഷൻ, സ്റ്റേജസ് ഓഫ് ഇൻഫെക്ഷൻ, നാച്ചർ ഓഫ് ഇൻഫെക്ഷൻ, ഫാക്ടേഴ്സ് ഇൻക്രീസിംഗ് സസെപ്റ്റിബിലിറ്റി ഓഫ് ഇൻഫെക്ഷൻ, ബോഡി ഡിഫൻസ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. 5 മാർക്ക്. നോസോകോമിയൽ ഇൻഫെക്ഷൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹൈജീൻ, ഏസെപ്സിസ്, മെഡിക്കൽ ഏസെപ്സിസും സർജിക്കൽ ഏസെപ്സിസും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിച്ചിട്ടുണ്ട്. ഹാൻഡ് ഹൈജീൻ ചോദിച്ചിട്ടുണ്ട്. ഹാൻഡ് വാഷിംഗ് ചോദിച്ചിട്ടുണ്ട്. PPE മാത്രമായിട്ട് 5 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ 5 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. അനദർ ഇമ്പോർട്ടൻറ്റ് എസ്സേ 15 മാർക്കിന് പോലും ചോദിക്കാവുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. ചെയിൻ ഓഫ് ഇൻഫെക്ഷൻ, റോൾ ഓഫ് നഴ്സ് ഇൻ ഇൻഫെക്ഷൻ കൺട്രോൾ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് 5 മാർക്കിന്റെ ആണെന്നല്ല. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് നഴ്സ് ഇൻ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, hazards associated with the hospital waste, explain the methods of transmission of infection, add a note on precautions in infection control, universal safety precautions,
ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ ഇൻഫെക്ഷൻ ആൻഡ് അക്വയർഡ് ഇൻഫെക്ഷൻ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ നഴ്സ് ഇൻ ഇൻഫെക്ഷൻ കൺട്രോൾ, ഡിസിൻഫെക്ഷനിൽ തന്നെ കൺകറന്റ് ഡിസിൻഫെക്ഷനും ടെർമിനൽ ഡിസിൻഫെക്ഷനും. നെക്സ്റ്റ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവയുടെ ടൈപ്പ് എന്തൊക്കെയാണ്, നമുക്ക് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം കൂടി ചേർത്ത് 15 മാർക്കിൻ്റെ സെയിം ചോദിക്കാം. സോ ദിസ് ചാപ്റ്റർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ സ്മോൾ ചാപ്റ്റർ ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 15 മാർക്കോ 5 മാർക്കോ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് 9ാമത്തെ യൂണിറ്റ്, അതായത് കംഫർട്ട്, റെസ്റ്റ്, സ്ലീപ്പ്, പെയിൻ. ഇതിൽ കംഫർട്ടിൽ നിന്ന് കംഫർട്ട് ഡിവൈസസ്, പലതരത്തിലുള്ള കംഫർട്ട് ഡിവൈസസ് ഉണ്ട്. നമ്മുടെ ബാക്ക് റെസ്റ്റ്, അതുപോലെ ഫുഡ് ഡ്രോപ്പ്, ഇതുപോലെയുള്ള സൈഡ് റെയിൽസ്, അങ്ങനെ ഒരുപാട് കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസസ് അവയെക്കുറിച്ച് കംഫർട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ 5 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് പറഞ്ഞിട്ട് അതിൻ്റെ യൂസ് വെച്ച് 1 മാർക്കിനും ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ സ്ലീപ്പ് 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫിസിയോളജി ഓഫ് സ്ലീപ്പ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്ലീപ്പ്, പ്രൊമോട്ടിംഗ് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്, സ്ലീപ്പ് ഡിസോർഡേഴ്സ് 1 മാർക്കിനും ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. പെയിൻ 5 മാർക്കിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് മീൻ ബൈ പെയിൻ, ഫിസിയോളജി ഓഫ് പെയിൻ, കോമൺ കോസ് ഓഫ് പെയിൻ, ടൈപ്സ് ഓഫ് പെയിൻ, പെയിൻ അസസ്മെന്റ് സ്കെയിലുകൾ, നെർക്കോട്ടിക് സ്കെയിൽ, പെയിൻ സ്കെയിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫേഷ്യൽ അസസ്മെന്റ് വെച്ച് എങ്ങനെ മനസ്സിലാക്കും, പെയിൻ മാനേജ്മെന്റ്, നോൺ ഫാർമക്കോളജിക്കലുമായിട്ടുള്ള മാനേജ്മെന്റ്, ടെൻസ് ഡിവൈസസ്, പെയിൻ കൺട്രോൾ, പേഷ്യൻ്റ് കൺട്രോൾ അനാലിസിയ, യൂസ് ഓഫ് നെർക്കോട്ടിക്സ്, പിന്നെ കോംപ്ലിമെൻ്ററി തെറാപ്പീസ്, അതിനെക്കുറിച്ച്. ഇതെല്ലാം പെയിൻ മാനേജ്മെന്റിൽ നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അതുപോലെ സ്ലീപ്പിൽ നിന്നും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, പിന്നെ കംഫർട്ടിൽ നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രതീക്ഷിക്കുന്നത്. 10 മാർക്കിൻ്റെ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അവിടെ ഇല്ല, ചോദിക്കത്തില്ല. അല്ലെങ്കിൽ ചോദിച്ചാൽ ഒരു ചെറിയ പാർട്ടായിട്ട് ചോദിക്കാം, അല്ലാതെ കംപ്ലീറ്റ്ലി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകത്തില്ല. നെക്സ്റ്റ് വരുന്നത് 10ാമത്തെ യൂണിറ്റ്, പ്രൊമോട്ടിംഗ് സേഫ്റ്റി ഇൻ ഹെൽത്ത് കെയർ എൻവറോൺമെന്റ്. അപ്പം ഞാൻ ഈ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യാം. അതായത് ഇതൊക്കെയാണ്, ഇതിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവൂ. ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് മാത്രമേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകത്തുള്ളൂ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ അന്ന് എക്സാം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും, മാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതെല്ലാം ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ടെങ്കിലും നോക്കിയിരുന്നെങ്കിൽ, ഒന്ന് ചെറുതായിട്ടെങ്കിലും എനിക്കത് എഴുതാൻ പറ്റുമായിരുന്നു എന്ന് നിങ്ങൾ വിഷമം തോന്നും. അത് വരാതിരിക്കാൻ ഇപ്പോഴേ ഇതെല്ലാം നോക്കുക. ഹെൽത്ത് കെയർ എൻവറോൺമെന്റിൽ നമ്മൾ എങ്ങനെ അവർക്ക് ആ ഒരു സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യും. ഫിസിക്കൽ എൻവറോൺമെന്റിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, നോയ്സ്, വെന്റിലേഷൻ, ലൈറ്റ്, ഓർഡർ, പെസ്റ്റ് കൺട്രോൾ, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. ഫയറും ആക്സിഡൻസും എല്ലാം അവോയ്ഡ് ചെയ്യുക. ഫോൾ റിസ്ക് അസസ്മെന്റ് ചെയ്യുക. അതുപോലെ ക്ലീൻ ആയിട്ടും സേഫ് ആയിട്ടുള്ള എൻവറോൺമെന്റ് നഴ്സസ് പ്രൊവൈഡ് ചെയ്യുക. സേഫ്റ്റി ഡിവൈസസ് ആയിട്ട് റെസ്ട്രൈൻസ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. റെസ്ട്രൈൻസ് യൂസ് ചെയ്യുന്നത്, ഗ്രാബ് ബാർ, സൈഡ് റെയിൽസ്, ആംബു അലാംസ്, നോൺ സ്കിഡ് സെൽപ്പേഴ്സ് ഒക്കെ ആയിട്ട് സേഫ്റ്റി ഡിവൈസസ് യൂസ് ചെയ്യുന്നു. സോ ഇതിൽ നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അതും റെയറാണ്. ഫിസിക്കൽ എൻവറോൺമെന്റ് ഒരു സേഫ്റ്റി പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരാറില്ല. റെസ്ട്രൈൻസും അതിൻ്റെ ടൈപ്സും യൂസസ് ഒക്കെ വെച്ചിട്ട് 5 മാർക്കിന് ചോദിക്കാം. പക്ഷെ പ്രാക്ടിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചാപ്റ്ററും കൂടെയാണ്. നെക്സ്റ്റ് 11ാമത്തെ യൂണിറ്റ്, ഹോസ്പിറ്റൽ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ്. റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതാൻ ചോദിക്കാം. ടൈപ്സ് ഓഫ് റെസ്ട്രൈൻസ് ചോദിക്കാം. വാട്ട് ആർ ദ മെഷേഴ്സ് യൂസ് ടു പ്രൊമോട്ട് സ്ലീപ്പ് എന്ന് ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻസ്, നമ്മുടെ കംഫർട്ടിൽ വരുന്നതാണ് പൊസിഷൻസ്, തെറാപ്യൂട്ടിക് പൊസിഷൻസ്, പ്രോൺ പൊസിഷൻ, സുപ്പൈൻ പൊസിഷനിലെ ഡിഫറൻസ് ചോദിക്കാം. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്ലീപ്പ് ആൻഡ് ഫിസിയോളജി ഓഫ് സ്ലീപ്പ് ചോദിക്കാം. റെസ്ട്രൈൻസ് എന്ന് പറഞ്ഞ 5 മാർക്ക് ചോദിക്കാം. കംഫർട്ട് പൊസിഷൻസ് ഏതൊക്കെയാണെന്ന് എഴുതാം. അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ റെസ്ട്രൈൻസ്, കെമിക്കൽ റെസ്ട്രൈൻസ് എഴുതാം. ടെക്നിക്സ് യൂസ് ടു പ്രൊമോട്ട് സ്ലീപ്പ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. പിന്നെ REM സ്ലീപ്പും NREM സ്ലീപ്പും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ബിറ്റ്വീനും ചോദിക്കാം. നെക്സ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിഷനും ഡിസ്ചാർജും. അപ്പം അതിനു മുന്നേ സേഫ്റ്റി ഡിവൈസസ് യൂസ്ഡ് ആൻഡ് പ്രൊമോട്ട് സേഫ് എൻവറോൺമെന്റ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. തെറാപ്യൂട്ടിക് എൻവറോൺമെന്റ് സേഫ് ആയിട്ട് ക്ലീൻ ആയിട്ട് എങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ 10 മാർക്കിൻ്റെ എസ്സേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ റെയറാണ് 15 മാർക്ക് ചോദിക്കാൻ, എന്നാൽ പോലും ഒന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് 11 മാർക്ക്. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ എമർജൻസി അഡ്മിഷൻ ആൻഡ് റുട്ടീൻ അഡ്മിഷൻ? ടൈപ്സ് ഓഫ് ഡിസ്ചാർജസ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്ചാർജ് അഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആൻഡ് അബ്സ്കോണ്ടിങ്,
ഡാമയും അബ്സ്കോണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ്? ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിഷൻ, ഡിഫൈൻ അഡ്മിഷൻ, ടൈപ്സ് ഓഫ് അഡ്മിഷൻ, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നഴ്സ് ഇൻ അഡ്മിഷൻ പ്രൊസീജിയർ. ഇത്രയും ചേർത്തിട്ട് 10 മാർക്കിൻ്റെ എസ്സേ അല്ലെങ്കിൽ 15 മാർക്കിൻ്റെ എസ്സേ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ അഡ്മിഷൻ ഓരോ വ്യക്തിയെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ ബെഡ് നിങ്ങളോട് ടൈപ്പ് ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. അഡ്മിഷൻ പ്രൊസീജിയർ എന്താണ്, അഡ്മിഷൻ എങ്ങനെയാണ് നടത്തുന്നത്, അതിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, നഴ്സസിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചോദിക്കാം. അല്ലെങ്കിൽ ഡിസ്ചാർജും അതുപോലെ പ്ലാൻഡ് ഡിസ്ചാർജ്, ലാമ, ഡാമ, അബ്സ്കോണ്ട്, റെഫറൽസ്, ട്രാൻസ്ഫർ, ഇതിലേതെങ്കിലും രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാം. ഡിസ്ചാർജ് പ്ലാനിങ് 5 മാർക്കിന് ചോദിക്കാം. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നഴ്സ് ആഫ്റ്റർ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡിസ്ചാർജ് 5 മാർക്കിന് ചോദിക്കാം. ഇത്രയുമാണ് ഈ 11ാമത്തെ യൂണിറ്റിലുള്ളത്. നെക്സ്റ്റ് ഇമ്മൊബിലിറ്റി ആൻഡ് മൊബിലിറ്റി. ഇതിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ബോഡി മെക്കാനിക്സ്, ഇത് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ആക്റ്റീവ് എക്സസൈസും പാസീവ് എക്സസൈസും, എക്സസൈസിലെ ടൈപ്സിൽ ആക്റ്റീവും പാസീവും എക്സസൈസ് തമ്മിലുള്ള ഡിഫറൻസ്. അതുപോലെ തന്നെ ഹസാർഡ്സ് ഓഫ് മൊബിലിറ്റി, ബോഡി അലൈൻമെന്റ്, പിന്നെ ഹസാർഡ്സ് ഓഫ് മൊബിലിറ്റി ചോദിക്കാം. റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ്. അതുപോലെ മൊബിലിറ്റിയും ഇമ്മൊബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ഇമ്മൊബിലിറ്റിയുടെ കോംപ്ലിക്കേഷൻസ്. ഇത്രയും തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ്. അതിൽ കൂടുതൽ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഇവിടെയുള്ള റേഞ്ച് ഓഫ് മോഷൻ അത് വെച്ചിട്ട്, പിക്ചർ വെച്ചിട്ടോ ഡെഫിനിഷൻ വെച്ചിട്ടോ 1 മാർക്കിനും 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. നെക്സ്റ്റ് 13th യൂണിറ്റ് പേഷ്യന്റ് ടീച്ചിങ് അല്ലെങ്കിൽ പേഷ്യന്റ് എഡ്യൂക്കേഷൻ. അതിൽ നിന്ന് ഇതുവരെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ചോദിച്ചാൽ പേഷ്യന്റ് ടീച്ചിങ് അല്ലെങ്കിൽ പേഷ്യന്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് സാധ്യതയുള്ളൂ. നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്റർ, FON 1ന്റെ ലാസ്റ്റ് ചാപ്റ്റർ, വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, 14th ചാപ്റ്റർ, ഫസ്റ്റ് എയ്ഡ്. ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുണ്ടാവും. ഡ്രൗണിങ്ങിന്റെ കെയർ ഓഫ് ഫസ്റ്റ് എയ്ഡ് എന്താണ്? സ്നേക്ക് ബൈറ്റിന്റെ ഫസ്റ്റ് എയ്ഡ് എന്താണ്? ചോക്കിങ്ങിന്റെ ഫസ്റ്റ് എയ്ഡ് എന്താണ്? അൺകോൺഷ്യസ് പേഷ്യന്റ് ഫസ്റ്റ് എയ്ഡ് എന്താണ്? ഫോറിൻ ബോഡീസ് ഉള്ള ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ്? പോയ്സണിങ്ങിന്റെ ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ റെസ്പിറേറ്ററി ബേസിക് CPR എന്താണ്? അപ്പോൾ ഇതൊക്കെ 5 മാർക്കിന് 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് എയ്ഡിൽ നിന്നും 5 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ് മാക്സിമം ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഇത്രയുമാണ് FON 1. ഇനി നമുക്ക് FON 2 നോക്കാം. അപ്പൊ നമുക്ക് FON 1ൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. ഇനിയും നിങ്ങൾ സിലബസ് വലിച്ചു വാരിയിട്ട് പഠിക്കാൻ നിൽക്കരുത്. സമയം ഉള്ളതുപോലെ പ്ലാൻ ചെയ്യുക. സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ്ലി പഠിച്ചു തീർക്കാം, ഒരു പ്രശ്നമില്ല, വളരെ നല്ലതാണ്. സമയമില്ല എങ്കിൽ സെലക്റ്റീവായിട്ട് ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് അത്രയും നന്നായിട്ട് പഠിക്കുക. പഠിക്കാൻ കണ്ടന്റുകൾ കയ്യിൽ ഇല്ലാത്തവരാണെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കേണ്ട എല്ലാ കണ്ടന്റും ഇന്ന് തന്നെ നിങ്ങളുടെ മുന്നിലെത്തും. അത് ഓരോന്നായിട്ട് കണ്ട് കേട്ട് പഠിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ FON 2 നോക്കാം. FON 2ൽ അഗൈൻ നമുക്ക് കുറച്ച് ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് ഹെൽത്ത് അസസ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്, ദാറ്റ് ഈസ് ഹെൽത്ത് അസസ്മെന്റ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എയ്ഡിൽ നമ്മൾ പറഞ്ഞിട്ട് ഞാൻ 1-2 കാര്യങ്ങളോട് പറയാൻ മറന്നുപോയി. ഡ്രൗണിങ് പഠിക്കണം, ബേൺസിന്റെ ഫസ്റ്റ് എയ്ഡ് പഠിക്കണം, ബാൻഡേജസിന്റെ ടൈപ്സ് നോക്കണം, ക്വാളിറ്റീസ് ഓഫ് ഫസ്റ്റ് എയ്ഡർ നോക്കണം, സ്നേക്ക് ബൈറ്റ്, CPR ഇത്രയും കോമൺ ആയിട്ട് നോക്കുക, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മുടെ ഹെൽത്ത് അസസ്മെന്റ് അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ 10 മാർക്കിന്റെ അല്ലെങ്കിൽ 15 മാർക്കിന്റെ എസ്സേ ആണ്. ഒബ്സർവ് ഇന്റർവ്യൂ ടെക്നിക്സ്, ഒബ്സർവേഷൻ ടെക്നിക്സ്, പർപ്പസസ് ഓഫ് ഹെൽത്ത് അസസ്മെന്റ്, പ്രോസസ് ഓഫ് ഹെൽത്ത് അസസ്മെന്റ്, ഹെൽത്ത് ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷന്റെ ടെക്നിക്സുകൾ, മെത്തേഡ്സുകൾ, ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, പെർക്കഷൻ, ഓസ്കൾട്ടേഷൻ, ഓൾഫാക്ഷൻ, ഇതിന്റെ എല്ലാ ടൈപ്സും അതിന്റെ ടെക്നിക്സുകളും അതിനുവേണ്ട ഇൻസ്ട്രുമെന്റ്സും ഓരോ പാർട്സിലും നമ്മൾ എങ്ങനെയാണ് എക്സാമിൻ ചെയ്യുന്നത് 15 മാർക്കിന്റെ എസ്സേ ആയിട്ട് ചോദിക്കാവുന്ന അല്ലെങ്കിൽ 2 മാർക്കിനും 1 മാർക്കിനും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ഒരു പോർഷനാണ് ഹെൽത്ത് അസസ്മെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ്. രണ്ടാമത്തെ യൂണിറ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് നഴ്സിംഗ് പ്രോസസ്. കെയർ പ്ലാൻ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ബേസിസ് ആയിട്ടാണ് എഴുതുന്നത്. അതായത് നമ്മുടെ ഹെൽത്ത് അസസ്മെന്റിലാണെങ്കിൽ നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ്റെ മെത്തേഡ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, പർപ്പസസ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, പ്രിപ്പറേഷൻ ചോദിച്ചിട്ടുണ്ട്, ഇൻസ്പെക്ഷൻ എന്താണെന്ന് 2 മാർക്ക് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ഏതെങ്കിലും ഒരു മെത്തേഡ് പറയാൻ വേണ്ടി 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, ഹെഡ് ടു ടോ അസസ്മെന്റ് ഫിസിക്കൽ എക്സാമിനേഷൻ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ പെർക്കഷൻ ആൻഡ് പാൽപേഷൻ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ റോൾ ഓഫ് നഴ്സ് ഇൻ ഫിസിക്കൽ എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നഴ്സിംഗ് പ്രോസസ്,
ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം അസസ്മെന്റിൽ തുടങ്ങി ഡേറ്റ കളക്ട് ചെയ്ത് അത് ഓർഗനൈസ് ചെയ്ത് വാലിഡേറ്റ് ചെയ്ത് ഡോക്യുമെന്റ് ചെയ്യുന്നു, അടുത്ത നഴ്സിംഗ് ഡയഗ്നോസിസ് തയ്യാറാക്കുന്നു, അത് കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ഈ 4 സ്റ്റെപ്പും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്നെ essay ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇവാലുവേഷൻ ഇത് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട് 5 മാർക്കിന്. ഡിഫറൻസ് ബിറ്റ്വീൻ നഴ്സിംഗ് ഡയഗ്നോസിസ് ആൻഡ് മെഡിക്കൽ ഡയഗ്നോസിസ് റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ചതാണ് 2 മാർക്കിന്. ഡിഫറൻസ് ബിറ്റ്വീൻ നഴ്സിംഗ് ഡയഗ്നോസിസ് ആൻഡ് മെഡിക്കൽ ഡയഗ്നോസിസ്. നഴ്സിംഗ് ഡയഗ്നോസിസ് എന്ന് മാത്രം 5 മാർക്ക്, നഴ്സിംഗ് ഡയഗ്നോസിസ് എന്ന് മാത്രം 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നഴ്സിംഗ് അസസ്മെന്റ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നഴ്സിംഗ് പ്രോസസ്സ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നഴ്സിംഗ് പ്രോസസ്സ് എന്താണ്, അൺകോൺഷ്യസ് പേഷ്യൻറ്റിനൊക്കെ നഴ്സിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ നടപ്പിലാക്കാൻ ചോദിച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് കെയർ പ്ലാൻ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സോഴ്സസ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. essayക്ക് ചോദിക്കാവുന്ന 5 മാർക്ക് ചോദിക്കാവുന്ന, 2 മാർക്ക് ചോദിക്കാവുന്ന, 1 മാർക്കിന് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻസ് വരാവുന്നൊരു ചാപ്റ്ററാണ് ഈ 2ാമത്തെ നഴ്സിംഗ് പ്രോസസ്സ്. ഇനി 3ാമത്തത് ന്യൂട്രീഷണൽ നീഡ്സ്. ഒരുപാട് അങ്ങനെ ന്യൂട്രീഷണൽ നീഡ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല, കാരണം അതെല്ലാം പ്രാക്ടിക്കൽ ടോപ്പിക്സ് ആണ്. എന്നാലും അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. എക്സ്പ്ലെയിൻ നഴ്സസ് റെസ്പോൺസിബിലിറ്റി ഇൻ ഇൻസേർഷൻ ഓഫ് നാസോഗാസ്ട്രിക് ട്യൂബ്, 6 indications of enteral nutrition, factors influencing nutrition need, principles of nasogastric tube feeding, factors affecting nutrition needs. ഇത്രയുമാണ് ചോദ്യം. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സോളിഡ് ഡയറ്റ് ആൻഡ് ലിക്വിഡ് ഡയറ്റ് ആൻഡ് സോഫ്റ്റ് ഡയറ്റ് ചോദിക്കാം. അനോറക്സിയ നെർവസ ആൻഡ് ബുളീമിയ നെർവസ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാം. ഓറൽ ഫീഡും എൻട്രൽ ഫീഡും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാം. ഓക്കെ, ജെജിനോസ്റ്റമിയും ഗ്യാസ്ട്രോസ്റ്റമിയും ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാം. അത് 3ാമത്തെ യൂണിറ്റ്. 4ാമത്തെ യൂണിറ്റ് ഹൈജീൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെ. നമ്മുടെ ഹൈജീൻ എത്രത്തോളം നമ്മുടെ ഹൈജീനായി മെയിൻറ്റെയിൻ ചെയ്യും. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ പ്രഷർ സോറാണ്. കെയർ ഓഫ് സ്കിന്ന്, കെയർ ഓഫ് ഹാൻഡ് അങ്ങനെയൊന്നും ചോദിക്കാറില്ല. കെയർ ഓഫ് പ്രഷർ പോയിന്റ് നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു, എങ്ങനെ നമ്മൾ പ്രഷർ സോറ് അല്ലെങ്കിൽ ബെഡ് സോറ് വരാതെ തടയുന്നു, അത് മെഷർ ചെയ്യുന്ന സ്കെയിലുകൾ, ബ്രാഡൻ സ്കെയിൽ, നോർട്ടൺ സ്കെയിൽ, അവ തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ പാരാമീറ്റേഴ്സ്, ഓറൽ കെയർ, ഐ കെയർ, ഇതെല്ലാം നമ്മളിവിടെ നോക്കണം. അപ്പം ഇത്രയുമാണ് ഈ ഒരു പ്രഷർ പോയിന്റ്. ഈ ഒരു ബെഡ് സോറ് വെച്ചിട്ട് ഒരുപാട് തവണ 15 മാർക്കിനും 5 മാർക്കിനും 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കെയർ ഓഫ് പ്രഷർ പോയിന്റ്, അസസ്മെന്റ് ഓഫ് പ്രഷർ അൾസേഴ്സ് യൂസിങ് ബ്രാഡൻ സ്കെയിൽ ആൻഡ് നോർട്ടൺ സ്കെയിൽ, പ്രഷർ അൾസേഴ്സ്, കോസസ്, സ്റ്റേജസ്, മാനിഫെസ്റ്റേഷൻസ്, കെയർ ആൻഡ് പ്രിവെൻഷൻ. ഓക്കെ, അപ്പം അതത്രയും പഠിക്കാം. 4ാമത്തെ ഈ ഒരു യൂണിറ്റിൽ നിന്ന് 15 മാർക്കിന്റെ ഒരു essay ഉണ്ട്. അത് കഴിഞ്ഞാൽ 5ാമത് വരുന്ന എലിമിനേഷൻ. എലിമിനേഷനിൽ നമുക്ക് ഒരുപാട് പ്രൊസീജിയറുകൾ പഠിക്കാനുണ്ട്. എലിമിനേഷൻ വരുമ്പോൾ നമുക്ക് അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, യൂറിനറി ഇൻകോണ്ടിനൻസ് ഉള്ള പേഷ്യൻസിനെ എങ്ങനെ നമ്മൾ കെയർ ചെയ്യും, ഡിഫറൻസ് ബിറ്റ്വീൻ പോളിയൂറിയ ആൻഡ് ഒലിഗൂറിയ, 6 ടൈപ്സ് ഓഫ് എനിമ. ലാസ്റ്റ് ദിവസത്തെ എക്സാമിന്റെ 15 മാർക്കിന്റെ essay എനിമയായിരുന്നു. അതുപോലെ എനിമ ചോദിക്കാം. അതുപോലെ ഇൻകോണ്ടിനൻസ് വെച്ചിട്ട് essay ചോദിക്കാം. അതുപോലെ ബവൽ എലിമിനേഷൻ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, എനിമയുടെ പർപ്പസസ്, എനാസസ് റെസ്പോൺസിബിലിറ്റി ഇൻ പെർഫോമിംഗ് ബവൽ വാഷ്, യൂറിനറി റിട്ടൻഷനും യൂറിനറി ഇൻകോണ്ടിനൻസ് തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ. അതുപോലെ പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ പേഷ്യൻസ് വിത്ത് യൂറിനറി കത്തീറ്റർ, ഡിഫൈൻ എനിമ, പ്രൊസീജിയർ ഓഫ് എനിമ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂറിൻ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മാനേജ്മെന്റ് ഓഫ് കോൺസ്റ്റിപ്പേഷൻ 5 മാർക്ക്, എനിമ 5 മാർക്ക്, കൊളോസ്ട്രോമി, ഗ്യാസ്ട്രോസ്റ്റമി ഡിഫറൻസ് ബിറ്റ്വീൻ 2 മാർക്ക്, യൂറിനറി ഡ്രെയിനേജ്, കെയർ ഓഫ് യൂറിനറി ഡ്രെയിനേജ് 5 മാർക്ക്, ഇൻഡിക്കേഷൻ കത്തീഡ്രൈസേഷൻ, യൂറിനറി ബ്ലാഡറിൽ കത്തീഡ്രൈസേഷൻ ആവശ്യമുള്ളത് എപ്പോഴൊക്കെയാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡയേറിയ, പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രിങ് എനിമ. ഇതൊക്കെയാണ് സാധാരണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതുകൂടാതെ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്യാസ്ട്രിക് ഗ്യാവേജ് ആൻഡ് ഗ്യാസ്ട്രിക് ലാവേജ് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ പ്രൊസീജിയറുകളെല്ലാം ഒന്ന് നോക്കി വെക്കുക. അത് കഴിഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാത്രമാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ. ബെനഡിക്ട് ടെസ്റ്റ് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെസ്റ്റ് ഓഫ് ആൽബുമിൻ അല്ലെങ്കിൽ നഴ്സസ് റോൾ ഇൻ കളക്ഷൻ ഓഫ് സ്പെസിമെൻ, യൂറിനാലിസിസ്, ഇത്രയുമാണ് ഈ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. പിന്നെ LFT RFT ഒക്കെ ഉണ്ട്, പക്ഷെ അത് നമ്മളെല്ലാം ബയോകെമിസ്ട്രി പഠിച്ചിട്ടുള്ളതുകൊണ്ട് അതൊന്നും ഇവിടെ ചോദിക്കാൻ ചാൻസ് ഇല്ല. നെക്സ്റ്റ് 7th യൂണിറ്റ് ഓക്സിജനേഷൻ നീഡ്സ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചെസ്റ്റ് ഫിസിയോതെറാപ്പി 5 മാർക്ക് ക്വസ്റ്റ്യൻ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓക്സിജനേഷൻ 5 മാർക്ക് ക്വസ്റ്റ്യൻ. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റീം ഇൻഹലേഷൻ ആൻഡ് നെബുലൈസേഷൻ 5 മാർക്ക് ക്വസ്റ്റ്യൻ.
4 complications of oxygen therapy 2 mark question. Discuss factors affecting oxygenation. Explain nurses responsibility affecting oxygenation. Responsibility in oxygen administration. List the purpose of oxygen administration. List the factors affecting oxygenation. Responsibility in oxygen administration. Difference between hyperventilation and hypoventilation. Postural drainage indication. ഇതെല്ലാം ഓക്സിജൻ നീഡ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അതുപോലെ 8ാമത്തെ ചാപ്റ്ററിൽ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, അവിടെ ഹൈപ്പോകലീമിയ, ഹൈപ്പർ കലീമിയ, ഹൈപ്പർനെട്രീമിയ, ഹൈപ്പോനെട്രീമിയ, അതുപോലെ ABG അനാലിസിസ്, അതുപോലെ നമ്മുടെ ഫ്ലൂയിഡുകൾ തമ്മിലുള്ള ഡിഫറൻസ്, ഹൈപ്പർട്ടോണിക് സൊല്യൂഷനും ഹൈപ്പോട്ടോണിക് സൊല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം, ഹൈപ്പോനെട്രീമിയും ഹൈപ്പോകലീമിയും തമ്മിലുള്ള വ്യത്യാസം, മെറ്റബോളിക് അസിഡോസിസും മെറ്റബോളിക് അൽക്ലോസിസ് തമ്മിലുള്ള വ്യത്യാസം, 6 complications of blood transfusion, role of nurse in blood transfusion, difference between intracellular and extracellular fluid. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റിൽ വരുന്നത്. ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സിനൊക്കെ എക്സാമ്പിൾ സഹിതം പഠിച്ചു വെക്കുക. അതിൽ ബ്ലഡിൻ്റെ ട്രാൻസ്ഫ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കി വെക്കുക. ഇനി അടുത്ത് 9ാമത്തെ യൂണിറ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ വൈറ്റൽ സയൻസ് പോലെ തന്നെ 15 മാർക്ക്, 5 മാർക്ക്, 2 മാർക്ക്, 1 മാർക്ക് ഒക്കെ ചോദിക്കാവുന്ന വളരെ ലെങ്തിയുള്ള, അതായത് വളരെ കണ്ടന്റ് വൈസ് വളരെയധികം കൂടുതലുള്ള ഒരു ചാപ്റ്ററാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ. മെഡിക്കേഷൻ എന്താണ്, അതിൻ്റെ നോമൻക്ലേച്ചർ. അപ്പം ഞാൻ അതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയാം, അതൊക്കെ ആവുമ്പോൾ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നഴ്സസ് റെസ്പോൺസിബിലിറ്റി ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻജെക്ഷൻസ്. 4 ടൈപ്സ് ഓഫ് മെഡിക്കേഷൻ. ഈ റീസെൻ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പാരന്റൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, റൈറ്റ് ടു മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, 4 sites of intramuscular injection, 4 common types of medication order, difference between subcutaneous and intradermal injection, side effects of 6 effects of medications, nasal drops in the administration method, rights of medications and the routes of medication administration, storage of medication administration, explain factors affecting medication administration, side effects and adverse effects, difference between. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. അതിൽ 10 റൈറ്റ്സ് ഓഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ചോദിക്കാം, 3 ചെക്സ് ഓഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ചോദിക്കാം, റൂട്ട്സ് ചോദിക്കാം, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ചോദിക്കാം. നെക്സ്റ്റ് 10ാമത്തെ ചാപ്റ്റർ, ദാറ്റ് ഈസ് സെൻസറി നീഡ്സ്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞു, ഒരേ ഒരു ക്വസ്റ്റ്യൻ, കെയർ ഓഫ് അൺകോൺഷ്യസ് പേഷ്യൻ്റ്. ഇതാണ് സാധാരണ 5 മാർക്കിന് ചോദിക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ, കെയർ ഓഫ് ടെർമിനലി ഇൽസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ കൂടുതൽ തവണയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കബ്ലർ റോസ് ഗ്രീഫ് പ്രോസസ്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിന്ന് 5 മാർക്കോ 2 മാർക്കോ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരാറുള്ളത്. പിന്നെ ഡെത്ത് കെയർ ഓഫ് ഡൈയിങ് പേഷ്യൻസ് 5 മാർക്കിന് ചോദിക്കാവുന്നതാണ്. അതിൽ എംബാമിങ്, എട്ടോപ്സി ഇവ തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാം. ഇതെല്ലാമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് 11ാമത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇതുവരെയും ക്വസ്റ്റ്യൻസ് അധികം അങ്ങനെ ചോദിച്ചിട്ടില്ല. 11 അല്ല 12ാമത്തെ യൂണിറ്റ്. മാസ്ലോ ഹൈറാർക്കി നീഡ് ഫസ്റ്റ് ചാപ്റ്ററിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് നഴ്സിംഗ് തിയറീസ് 16ാമത്തെ ചാപ്റ്ററിൽ. ഈ സെൽഫ് കോൺസെപ്റ്റിൽ നിന്നും സെക്ഷുവാലിറ്റിയിൽ നിന്നും സ്ട്രെസ് അഡാപ്റ്റേഷനിൽ നിന്നും മാത്രം ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ബാക്കി ഒന്നിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇല്ല. 12 സെൽഫ് കോൺസെപ്റ്റിൽ ഇതുവരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. സെക്ഷുവാലിറ്റിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പിന്നെ 15 കോൺസെപ്റ്റ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി വന്നിട്ടില്ല. നഴ്സിംഗ് തിയറിയിൽ നിന്ന് 1 മാർക്കിന് എന്തെങ്കിലുമുള്ള തിയറി അല്ലെങ്കിൽ 2 മാർക്കിന് തിയറി ഒൺവേർഡായിട്ടോ 2 മാർക്കിനോ ചോദിക്കാം. അതൊന്ന് ജസ്റ്റ് തിയറി എന്താണ്, ആരാണ് കൊണ്ടുവന്നത് എന്ന് മാത്രം ഒന്ന് നോക്കി വെക്കുക. പിന്നെ സ്ട്രെസ് എന്താണ്, അതിൻ്റെ സ്ട്രെസ് അഡാപ്റ്റേഷൻ എന്താണ്, സ്ട്രെസ് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്താണ്, അല്ലെങ്കിൽ ലോക്കൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്തൊക്കെയാണ്, അതിൻ്റെ സ്ട്രെസ്സിൻ്റെ മാനേജ്മെൻറ്റ് 5 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ, കൂടുതലില്ല 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഇതിൽ നിന്ന് ചോദിക്കാം. പിന്നെ ലാസ്റ്റ് വരുന്ന നമ്മുടെ തിയറിയിൽ നിന്ന് 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ FON 1 FON 2 നിന്നും മെയിനായിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ തറവായിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിവിടെ പറയുന്ന ഒരു ചലഞ്ച് ആയിട്ട് എടുക്കാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ
ഈ ഞാൻ പറയുന്ന ഈ ക്വസ്റ്റ്യൻസ് അല്ലാതെ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഞാൻ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ പറഞ്ഞിട്ടില്ല, കാരണം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എത്രത്തോളം കണ്ടന്റ് വായിക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് കിട്ടുക. അത് നിങ്ങൾ ക്ലാസ്സുകൾ കേട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അത്രത്തോളം അറിവുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എന്നാൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് തറവായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതല്ല 5 മാർക്കും 10 മാർക്കും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും തീർച്ചയായിട്ടും ചോദിക്കുന്നത്. ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ഇതുവരെയുള്ള ഞങ്ങളുടെ എല്ലാ ബാച്ചിലുള്ള കുട്ടികൾക്കും ഞങ്ങൾ കൊടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിന്ന് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നത്. അതിൽ നിന്ന് പുറമെ ഒരു സബ്ജക്ട്സിനും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. സോ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് ഞാൻ നമ്മുടെ കുട്ടികളോട്, ട്യൂഷനിലുള്ള കുട്ടികളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ട്യൂഷനിൽ തന്നിരിക്കുന്ന ക്ലാസ്സും നോട്ടും വായിക്കുകയും കേൾക്കുകയും ചെയ്യുക. ഒപ്പം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. മറ്റുള്ള കുട്ടികളും തീർച്ചയായിട്ടും നിങ്ങളും പാസ്സാകാനുള്ളവരാണ്. നല്ല മാർക്കോടുകൂടി പാസ്സാകണം. നിങ്ങളും നന്നായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അസിസ്റ്റൻസ് വേണം, നമ്മുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും നിങ്ങൾക്ക് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക 8891112797. സപ്ലി എഴുതുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നല്ല ക്ലാസ്സുകൾ കേട്ട് പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നത് തന്നെയാണ്, അല്ലേ? സോ അങ്ങനെ താല്പര്യമുള്ളവർക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ബയോകെമിസ്ട്രിക്കും ന്യൂട്രീഷനും ഒക്കെ ക്ലാസ്സുകൾ വരുന്നുണ്ട്, അതും കാണുക. അത് കൂടാതെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, അതും കാണാത്തവർ അതും കാണാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.